സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ തന്നെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കേരളം പ്രശ്നങ്ങളും സാധ്യതകളും എന്ന പുസ്തകം രചിച്ച കേരള മുഖ്യമന്ത്രി ആര്? പുസ്തകത്തിന്റെ പേര് കേരളം പ്രശ്നങ്ങളും സാധ്യതകളും എന്ന പുസ്തകം രചിച്ച കേരള മുഖ്യമന്ത്രി സി അച്യുതമേനോനാണ്. സി അച്യുതമേനോൻ രചിച്ച കൃതിയാണ് കേരളം പ്രശ്നങ്ങളും സാധ്യതകളും എന്നത്. അടുത്ത ചോദ്യം, ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ GWP കണക്കാക്കുന്നത് ഏത് വാതകത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കണക്കാക്കുന്നത് ഏത് വാതകത്തിന്റെ അടിസ്ഥാനത്തിലാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്ത ചോദ്യം, ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ്. മഹാനദി. അങ്ങനെയെങ്കിൽ ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നതോ? ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസി നദിയാണ്. കോസി നദി ബീഹാറിന്റെ ദുഃഖം എന്ന് അറിയപ്പെടുന്നു. ഇനി അസമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നതോ? അസമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. ബ്രഹ്മപുത്ര നദിയാണ് അസമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി? ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ നദിയാണ്. ദാമോദർ നദി ബംഗാളിന്റെ ദുഃഖം എന്ന് അറിയപ്പെടുന്നു. അപ്പം ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ്. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസി നദിയാണ്. ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദി. അടുത്ത ചോദ്യം, കാടകം സത്യാഗ്രഹം, കാടകം വന സത്യാഗ്രഹം നടന്ന ജില്ല ഏതാണ്? കാടകം വന സത്യാഗ്രഹം നടന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ല. ബ്രിട്ടീഷ് ഭരണകൂടം നടപ്പാക്കിയ വന നിയമമായിരുന്നു കാടകം വന സത്യാഗ്രഹത്തിന്റെ അടിസ്ഥാന കാരണം. കാടകം വന സത്യാഗ്രഹം നടന്ന ജില്ല കാസർഗോഡ്. തൈര് കടയുമ്പോൾ നെയ്യ് ലഭിക്കുന്നതിന് കാരണമായ ബലം. തൈര് കടയുമ്പോൾ നെയ്യ് ലഭിക്കുന്നതിന് കാരണമായ ബലം ഏതാണ്? അപകേന്ദ്ര ബലമാണ്. അപകേന്ദ്ര ബലം. അസുറൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? അസുറൈറ്റ് ചെമ്പിന്റെ അയിരാണ് അസുറൈറ്റ്. ഏത് സംവിധാനത്തിന്റെ ആപ്തവാക്യമാണ് സുരക്ഷായനം എന്നത്? സുരക്ഷായനം എന്നത് ഏത് സംവിധാനത്തിന്റെ ആപ്തവാക്യമാണ്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ദുരന്ത നിവാരണ നിയമം 2005 അനുസരിച്ചിട്ടാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത്. എന്നാണ് നിലവിൽ വന്നത്? 2007 മെയ് 4 സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത്. 2007 മെയ് 4. ഇനി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രിയാണ് അധ്യക്ഷൻ. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ മുഖ്യമന്ത്രി. ഇനി ഉപാധ്യക്ഷൻ അല്ലെങ്കിൽ വൈസ് ചെയർമാൻ ആരാണ്? സംസ്ഥാന റവന്യൂ മന്ത്രിയാണ്. സംസ്ഥാന റവന്യൂ മന്ത്രിയാണ് ഉപാധ്യക്ഷൻ. അപ്പം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യമാണ് സുരക്ഷായനം എന്നത്. ദുരന്ത നിവാരണ നിയമം 2005 അനുസരിച്ചിട്ടാണ് ഇത് നിലവിൽ വന്നത്. നിലവിൽ വന്നത് 2007 മെയ് 4 സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയും ഉപാധ്യക്ഷൻ റവന്യൂ മന്ത്രിയുമാണ്. അണുകേന്ദ്രങ്ങൾ വിഘടിക്കുമ്പോൾ ശക്തിയേറിയ കിരണങ്ങൾ പുറത്തു വരുന്ന പ്രതിഭാസം. അണുകേന്ദ്രങ്ങൾ വിഘടിക്കുമ്പോൾ ശക്തിയേറിയ കിരണങ്ങൾ പുറത്തു വരുന്ന പ്രതിഭാസമാണ് റേഡിയോ ആക്ടിവിറ്റി. റേഡിയോ ആക്ടിവിറ്റി. ജോഗ് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ്? ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക സംസ്ഥാനത്താണ്. കർണാടക സംസ്ഥാനത്ത് ഷിമോഗ ജില്ലയിൽ
ശരാവതി നദിയിലാണ് ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക, ജില്ല ഷിമോഗ. ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ശരാവതി നദിയിലാണ് ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അമിതഭാരമില്ലാത്ത പഠനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് 1993 ഏത് വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെയാണ്? എങ്ങനെയാണ് വിശേഷിപ്പിക്കപ്പെട്ടത്? അമിതഭാരം ഇല്ലാത്ത പഠനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് 1993 ഏത് വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെയാണ്? യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ടിനെയാണ് അമിതഭാരമില്ലാത്ത പഠനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. ഏത് വർഷമാണ് ഇത് രൂപീകൃതമായത്? 1993. ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പട്ടാളം കൃഷ്ണനും കൊച്ചാപ്പിള്ളിയും തൂക്കിലേറ്റപ്പെട്ടത്? പട്ടാളം കൃഷ്ണൻ, കൊച്ചാപ്പി പിള്ള എന്നിവർ തൂക്കിലേറ്റത് ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? കല്ലറ പാങ്ങോട് സമരം. 1938 കല്ലറ പാങ്ങോട് സമരവുമായിട്ട് ബന്ധപ്പെട്ട് തൂക്കിലേറ്റപ്പെട്ടവരാണ് പട്ടാളം കൃഷ്ണൻ, കൊച്ചാപ്പി പിള്ള എന്നിവർ. ഏത് വർഷമാണ് ഈ സമരം നടന്നത്? 1938 കല്ലറ പാങ്ങോട് സമരം. ഗോദ്ര സംഭവത്തിൽ ആക്രമിക്കപ്പെട്ട ട്രെയിൻ ഏതാണ്? 2002 ഗോദ്ര സംഭവത്തിൽ ആക്രമിക്കപ്പെട്ട ട്രെയിൻ സബർമതി എക്സ്പ്രസ് ആണ്. സബർമതി എക്സ്പ്രസ്. കാശ്മീരിലെ ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണ്? കാശ്മീരിലെ ഔദ്യോഗിക ഭാഷകളാണ് ഉറുദു, ഡോഗ്രി, ഇംഗ്ലീഷ്, ഹിന്ദി, കാശ്മീരി എന്നിവ. ഈ ക്വസ്റ്റ്യൻ നോക്കി വെക്കുക. പ്രസ്താവന ടൈപ്പിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കാശ്മീരിലെ ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണ്? ഉറുദു, ഡോഗ്രി, ഇംഗ്ലീഷ്, ഹിന്ദി, കാശ്മീരി എന്നിവ. കേരള നിയമസഭാംഗമായി 50 വർഷം പൂർത്തിയാക്കിയ ആദ്യ നേതാവ്. കേരള നിയമസഭാംഗമായിട്ട് 50 വർഷം പൂർത്തിയാക്കിയ ആദ്യ നേതാവാണ് KM മാണി. വ്യാപാര ആവശ്യത്തിന് ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തി. വ്യാപാര ആവശ്യത്തിന് ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ്? ഫ്രഞ്ചുകാർ ഇന്ത്യയിലെത്തിയ വർഷം 1664 1664 ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ എത്തിയത്. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു? ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ പ്രധാന കേന്ദ്രം പോണ്ടിച്ചേരിയായിരുന്നു. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ പ്രധാന കേന്ദ്രം. ഇനി ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ശക്തി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ആദ്യത്തേത് പോർച്ചുഗീസുകാരാണ്. ആദ്യമെത്തിയ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരെത്തിയത് 1498 1498. അടുത്ത ചോദ്യം, GST ഏത് തരം നികുതിയാണ്? GST അഥവാ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നത് ഏത് തരം നികുതിയാണ്? പരോക്ഷ നികുതി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് ആണ് GST നിലവിൽ വന്നത് എന്നാണ്? GST നിലവിൽ വന്നത് 2017 ജൂലൈ 1 GST നിലവിൽ വന്നത്. 2017 ജൂലൈ 1. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ ആണ്. ഐസ് സ്കേറ്റിംഗ് സാധ്യമാക്കുന്ന പ്രതിഭാസം പുനർഹിമായാനമാണ്. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഭൂമിയുടെ ഏറ്റവും താഴത്തെ അന്തരീക്ഷ പാളിയാണ്. ജീവജാലങ്ങൾ വസിക്കുന്നത് ഈ പാളിയിലാണ്. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ബയോൺ M എന്ന ബയോ സാറ്റലൈറ്റ് വിക്ഷേപിച്ച രാജ്യം. ബയോൺ M എന്ന ബയോ സാറ്റലൈറ്റ് വിക്ഷേപിച്ച രാജ്യം
റഷ്യയാണ്, റഷ്യ. അടുത്ത ചോദ്യം, ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം. ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം റായ്പൂർ ആണ്. റായ്പൂർ. ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം റായ്പൂർ. ഇനി ഛത്തീസ്ഗഡ് ഏത് സംസ്ഥാനത്തു നിന്നും വേർപെട്ടാണ് രൂപീകരിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ മധ്യപ്രദേശാണ്. മധ്യപ്രദേശ്. ഛത്തീസ്ഗഡ് ഏത് സംസ്ഥാനത്തു നിന്നും വേർപെട്ടാണ് രൂപീകരിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ മധ്യപ്രദേശാണ്. ഛത്തീസ്ഗഡ് രൂപീകൃതമായ തീയതി നവംബർ 1, 2000. നവംബർ 1, 2000 ഛത്തീസ്ഗഡ് രൂപീകൃതമായത്. അപ്പോൾ ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം റായ്പൂർ ആണ്. മധ്യപ്രദേശിൽ നിന്നും വേർപെടുത്തിയാണ് ഛത്തീസ്ഗഡ് സംസ്ഥാനം നിലവിൽ വന്നത്. ഛത്തീസ്ഗഡ് നിലവിൽ വന്ന ഡേറ്റ് നവംബർ 1, 2000 ഗുജറാത്തിലെ നാരായൺ സരോവർ വന്യജീവി സങ്കേതം ഏത് മൃഗത്തിൻ്റെ സംരക്ഷണത്തിനാണ് പ്രസിദ്ധം? വന്യജീവി സങ്കേതത്തിൻ്റെ പേരെന്താണ്? നാരായൺ സരോവർ വന്യജീവി സങ്കേതം. നാരായൺ സരോവർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ചിങ്കാര. ചിങ്കാര എന്ന ഒരു തരം മാനിൻ്റെ സംരക്ഷണത്തിനാണ് പ്രസിദ്ധം. ചിങ്കാര. അപ്പം നാരായൺ സരോവർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഗുജറാത്താണ്. നാരായൺ സരോവർ വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗം ചിങ്കാര എന്ന ഒരു തരം മാനാണ്. അടുത്ത ചോദ്യം, ബംഗാളിലെ തേബാഗ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട സംഘടന ഏത്? ബംഗാളിലെ തേബാഗ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട സംഘടന കിസാൻ സഭയാണ്. കിസാൻ സഭ. തേബാഗ പ്രക്ഷോഭം നടന്നത് എവിടെ എന്ന് ചോദിച്ചാൽ എവിടെയാണ്? ബംഗാളിലാണ്. ബംഗാളിലെ തേബാഗ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട സംഘടനയാണ് കിസാൻ സഭ. 1946-47 കാലയളവിലാണ് തേബാഗ പ്രക്ഷോഭം നടന്നത്. ശ്രീനാരായണ ഗുരു ശാരദാ പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? ശ്രീനാരായണ ഗുരു ശാരദാ പ്രതിഷ്ഠ നടത്തിയത് ശിവഗിരിയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ ശിവഗിരിയിലാണ് ശ്രീനാരായണ ഗുരു ശാരദാ പ്രതിഷ്ഠ നടത്തിയത്. കടയ്ക്കൽ പ്രക്ഷോഭം നടന്ന വർഷം. കടയ്ക്കൽ പ്രക്ഷോഭം നടന്ന വർഷം 1939. 1939 കടയ്ക്കൽ പ്രക്ഷോഭം നടന്നത്. കടയ്ക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെട്ടത് ആരാണ്? കടയ്ക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെട്ടത് രാഘവൻ പിള്ള. ഹൈക്കോടതി ജഡ്ജിമാരുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏത്? ഹൈക്കോടതി ജഡ്ജിമാരുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദമാണ് അനുച്ഛേദം 219. അനുച്ഛേദം 219. വ്യവസായികമായി ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? വ്യവസായികമായിട്ട് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. പാചകപാത്രങ്ങളുടെ കൈപ്പിടി നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ്? പാചകപാത്രങ്ങളുടെ കൈപ്പിടി നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് ബേക്കലൈറ്റ്. വില്യം ബെന്റിക് പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ഏക പ്രദേശം. വില്യം ബെന്റിക് പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ഏക പ്രദേശം കൂർഗാണ്. അപ്പോൾ കൂർഗ് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തത് ആരാണ്? വില്യം ബെന്റിക് പ്രഭുവാണ്. GK ദേവധറും രമാഭായ് റാനഡയും ചേർന്ന് പുനൈ സേവാ സദൻ സ്ഥാപിച്ച വർഷം 1909. 1909 GK ദേവധർ, രമാഭായ് റാനഡെ എന്നിവർ ചേർന്ന് പുനൈ സേവാ സദൻ സ്ഥാപിച്ചത്. ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി. റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലോഹമാണ് അലൂമിനിയം. റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലോഹം അലൂമിനിയം. സ്പോർട്സ് ബിൽ പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? സ്പോർട്സ് ബിൽ പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരൻകുളം എന്ന സ്ഥലത്തു നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് ആര്?
യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് കുമാരഗുരുദേവനാണ്. കുമാരഗുരുദേവൻ 1-ാം ലോക മഹായുദ്ധകാലത്ത് മാരൻകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് കുമാരഗുരുദേവൻ. കാന്തിക തത്വത്തിന്റെ തന്മാത്രാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? കാന്തികത്വത്തിന്റെ തന്മാത്രാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് വെബർ ആണ്. വെബർ. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട്. മുട്ടത്തോടിന്റെ രാസനാമം. മുട്ടത്തോടിന്റെ രാസനാമം കാൽഷ്യം കാർബണേറ്റ്. കാൽഷ്യം കാർബണേറ്റ്. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട അനാസക്തി ആശ്രമം എവിടെയാണ്? മഹാത്മാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട അനാസക്തി ആശ്രമം ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡില് കൗസാനിയിലാണ് അനാസക്തി ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. മഹാത്മാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട അനാസക്തി ആശ്രമം എവിടെ എന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡിലെ കൗസാനി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രാഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന വ്യക്തി അറിയപ്പെടുന്നത് കാർട്ടോഗ്രാഫർ എന്നാണ്. കാർട്ടോഗ്രാഫർ. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഉത്തര കേരളത്തിലെ സർവ്വസൈന്യാധിപൻ എന്ന് അറിയപ്പെട്ടത്. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഉത്തര കേരളത്തിലെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെട്ടത് മൂർക്കോത്ത് കുമാരനാണ്. മൂർക്കോത്ത് കുമാരൻ. വിപരീത ചാർജുള്ള മേഘങ്ങൾ തമ്മിലുണ്ടാകുന്ന വൈദ്യുത ഡിസ്ചാർജ്. വിപരീത ചാർജുള്ള മേഘങ്ങൾ തമ്മിലുണ്ടാകുന്ന വൈദ്യുത ഡിസ്ചാർജാണ് മിന്നൽ. സ്പേസ് ഷട്ടിൽ നിയന്ത്രിച്ച ആദ്യത്തെ വനിത ആര്? സ്പേസ് ഷട്ടിൽ നിയന്ത്രിച്ച ആദ്യ വനിതയാണ് എലിൻ കോളിൻസ്. അമേരിക്കൻ ശാസ്ത്രജ്ഞയായ എലിൻ കോളിൻസ് സ്പേസ് ഷട്ടിൽ നിയന്ത്രിച്ച ആദ്യ വനിത. പിഡ്ജിയൻ പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ലോഹം ഏതാണ്? പിഡ്ജിയൻ പ്രക്രിയ ഉൽപ്പാദിപ്പിക്കുന്ന ലോഹം മഗ്നീഷ്യമാണ്. മഗ്നീഷ്യം. മഗ്നീഷ്യം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് പിഡ്ജിയൻ പ്രക്രിയ. കെ കേളപ്പൻ ഏത് പത്രത്തിന്റെ മുഖ്യ പത്രാധിപർ ആയിരുന്നു? കെ കേളപ്പൻ മാതൃഭൂമി. മാതൃഭൂമി പത്രത്തിന്റെ മുഖ്യ പത്രാധിപരായിരുന്നു കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെട്ടതാരാണ്? കെ കേളപ്പൻ ആണ്. സോപ്പിന്റെ നിർമ്മാണ പ്രവർത്തനം അറിയപ്പെടുന്ന പേര്? സോപ്പിന്റെ നിർമ്മാണ പ്രവർത്തനം അറിയപ്പെടുന്നത് സോപ്പോണിഫിക്കേഷൻ എന്നാണ്. സോപ്പോണിഫിക്കേഷൻ എന്നാണ് സോപ്പിന്റെ നിർമ്മാണ പ്രവർത്തനം അറിയപ്പെടുന്നത്. തീര സമതലങ്ങളിലൂടെ ഉടനീളം സാന്നിധ്യമുള്ള മണ്ണിനമേത്? തീര സമതലങ്ങളിൽ കൂടുതലായിട്ടും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണ്. ടി കെ മാധവൻ മെമ്മോറിയൽ കോളേജ് എവിടെയാണ്? ടി കെ മാധവൻ മെമ്മോറിയൽ കോളേജ് നങ്ങ്യാർകുളങ്ങരയാണ്. നങ്ങ്യാർകുളങ്ങര. ആലപ്പുഴ ജില്ലയിലെ നങ്ങ്യാർകുളങ്ങരയിലാണ് ടി കെ മാധവൻ മെമ്മോറിയൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. സിഗരറ്റ് റാപ്പറുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? സിഗരറ്റ് റാപ്പറുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം അലൂമിനിയമാണ്. അലൂമിനിയം. തലയോടിലെ അസ്ഥികളുടെ എണ്ണം എത്ര? തലയോടിലെ അസ്ഥികളുടെ എണ്ണം 22. 1857 വിപ്ലവകാലത്ത് മണിറാം ദത്ത എവിടെയാണ് പ്രവർത്തനം നടത്തിയത്? മണിറാം ദത്ത പ്രവർത്തനം നടത്തിയത് ആസാമിലാണ്. ആസാം. ഇന്ത്യയിൽ എപ്പിഡമിക് ഡിസീസസ് ആക്ട് പാസാക്കിയ വർഷം? എപ്പിഡമിക് ഡിസീസസ് ആക്ട് പാസാക്കിയത് 1897 ഇന്ത്യയിൽ എപ്പിഡമിക് ഡിസീസസ് ആക്ട് പാസാക്കിയ വർഷം 1897. മഞ്ഞപ്പനി പരത്തുന്ന കൊതുക് ഇനം ഏതാണ്? മഞ്ഞപ്പനി പരത്തുന്ന കൊതുക് ഇനം ഈഡീസ് ഈജിപ്തിയാണ്. ഈഡീസ് ഈജിപ്തി. ഇന്ത്യ ചരിത്രത്തിൽ സെന്റ് ഹെലീന ആക്ട് എന്നറിയപ്പെടുന്നത്? സെന്റ് ഹെലീന ആക്ട് എന്നറിയപ്പെടുന്നത് 1833 ചാർട്ടർ നിയമമാണ്. 1833 ചാർട്ടർ നിയമമാണ് സെന്റ് ഹെലീന ആക്ട് എന്ന് അറിയപ്പെടുന്നത്. എം കെ സാനു രചിച്ച മൃത്യുഞ്ജയം കാവ്യജീവിതം എന്നത് ആരുടെ ജീവചരിത്രമാണ്? എം കെ സാനു രചിച്ച മൃത്യുഞ്ജയം കാവ്യജീവിതം എന്നത് കുമാരനാശാന്റെ ജീവചരിത്രമാണ്. മൃത്യുഞ്ജയം കാവ്യജീവിതം ആരുടെ കൃതിയാണ്? എം കെ സാനുവിൻ്റെ കൃതിയാണ്. ആരുടെ ജീവചരിത്രമാണ്? കുമാരനാശാന്റെ.
വിജയലക്ഷ്മി പണ്ഡിറ്റ് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റായ വർഷം ഏതാണ്? വിജയലക്ഷ്മി പണ്ഡിറ്റ് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റായ വർഷം 1953 1953. ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനം ഡെറാഡൂൺ. കേരളത്തിലെ സബർമതി എന്നറിയപ്പെട്ടത്. അകത്തേത്തറ ശബരി ആശ്രമമാണ്. പാലക്കാട് ജില്ലയിൽ അകത്തേത്തറ ശബരി ആശ്രമമാണ് കേരളത്തിലെ സബർമതി എന്ന് അറിയപ്പെടുന്നത്. ആരുടെ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്? ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് സലീം അലിയാണ്. അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ എന്ന പുസ്തകം രചിച്ചത് ആര്? അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ എന്ന പുസ്തകം BS അച്യുതാനന്ദൻ്റെതാണ്. BS അച്യുതാനന്ദൻ. പുസ്തകത്തിന്റെ പേര് അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ. രചിച്ചത് BS അച്യുതാനന്ദൻ. രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയ ആദ്യ മലയാളി. രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയ ആദ്യ മലയാളിയാണ് VR പ്രബോധചന്ദ്രൻ നായർ. മിന്നൽ എന്നത് വൈദ്യുതിയുടെ പ്രവാഹമാണെന്ന് ആദ്യമായി കണ്ടെത്തിയത് ആര്? മിന്നൽ എന്നത് വൈദ്യുതിയുടെ പ്രവാഹമാണെന്ന് ആദ്യമായിട്ട് കണ്ടെത്തിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയുടെ പെൻഷൻ അനുവദിക്കുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നുമാണ്. സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്ന് വേർതിരിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് സോൾട്ടിംഗ് ഔട്ട് എന്നാണ്. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ബ്രഹ്മപുത്ര നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് സുബൻസിരി എന്നത് ഏത് നദിയുടെ പോഷക നദിയാണ്? ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ്. ഗിരിജാ കല്യാണം എന്ന പ്രശസ്തമായ ചുമർ ചിത്രം എവിടെയാണ്? ഗിരിജാ കല്യാണം എന്ന പ്രശസ്തമായ ചുമർ ചിത്രം മട്ടാഞ്ചേരി കൊട്ടാരം. കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. വാടപ്പുറം ബാവയാണ്. ഇന്ത്യയിൽ ഒരു പുതിയ സംസ്ഥാനം രൂപവൽക്കരിക്കുകയോ നിലവിൽ ഉള്ളതിനെ പേരുമാറ്റുകയോ ചെയ്താൽ ഭേദഗതി വരുത്തേണ്ട പട്ടിക ഏതാണ്? ഒന്നാം ഷെഡ്യൂൾ. കേരള നവോത്ഥാനത്തിന്റെ വഴികാട്ടി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള നവോത്ഥാനത്തിന്റെ വഴികാട്ടി എന്നറിയപ്പെടുന്നത് അയ്യ വൈകുണ്ഠർ. സംഗീതോപകരണങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഓർഗനോളജി. ആറ്റം സിദ്ധാന്തം ജോൺ ഡാൾട്ടൺ അവതരിപ്പിച്ച പുസ്തകം ഏതാണ്? എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി പ്രസിദ്ധീകൃതമായ വർഷം 1808. ആറ്റം സിദ്ധാന്തം ജോൺ ഡാൾട്ടൺ അവതരിപ്പിച്ച പുസ്തകമാണ് എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി എന്നത്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം ഏതാണ്? കരൾ. വടകര ആസ്ഥാനമാക്കി സിദ്ധ സമാജം സ്ഥാപിച്ചത് ആര്? സ്വാമി ശിവാനന്ദ പരമഹംസർ. പീസോ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത് ആര്? പിയറി ക്യൂറിയാണ്. പീസോ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത് പിയറി ക്യൂറി. റോഡ് ടാറിങ്ങിന് ഉപയോഗിക്കുന്ന കൽക്കരി ഇനം ഏതാണ്? ടാറിങ്ങിന് ഉപയോഗിക്കുന്ന കൽക്കരി ഇനമാണ് ബിറ്റുമിൻ. വേസ്റ്റ് ലാൻഡ് ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്?
വേസ്റ്റ് ലാൻഡ് ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ. തിരുവിതാംകൂറിൽ വനിതകൾക്ക് നിയമസഭാംഗമാകുന്നതിന് അവകാശം അനുവദിച്ച വർഷം ഏതാണ്? തിരുവിതാംകൂറിലെ വനിതകൾക്ക് നിയമസഭാംഗമാകുന്നതിന് അവകാശം അനുവദിച്ച വർഷം 1921. 1921. തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ നിയമസഭാംഗം ആരാണ്? തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ നിയമസഭാംഗം മേരി പുന്നൻ ലൂക്കോസ് ആണ്. മേരി പുന്നൻ ലൂക്കോസ്. ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതി. കുടുംബ കോടതി എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരാണ്? കുടുംബ കോടതി എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ദുർഗാബായ് ദേശ്മുഖ് ആണ്. ദുർഗാബായ് ദേശ്മുഖ്. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ നേതൃസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഭാരതീയൻ. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ നേതൃസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഭാരതീയനാണ് എം.എൻ. റോയ്. എം.എൻ. റോയ്. എം.എൻ. റോയുടെ യഥാർത്ഥ നാമം നരേന്ദ്രനാഥ് ഭട്ടാചാര്യ എന്നാണ്. നരേന്ദ്രനാഥ് ഭട്ടാചാര്യ. ജനകീയ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ജനകീയ ആസൂത്രണത്തിന്റെ പിതാവ്. ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യത്തെ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ എം.എൻ. റോയ് ആണ്. എം.എൻ. റോയ്. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് എം.എൻ. റോയ് ആണ്. അടുത്ത ചോദ്യം, ശക്തി, മുക്തി എന്നിവ ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്? ശക്തി, മുക്തി എന്നിവ തക്കാളിയുടെ വിത്തിനങ്ങളാണ്. ശക്തി, മുക്തി എന്നിവ. പുഞ്ചകൃഷിയുടെ കാലം മേടമാസമാണ്. മേടമാസം. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി ഏതാണ്? അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് ആചാരഭൂഷണം. കുടൽ കമ്മീഷൻ എന്തിനെ കുറിച്ചാണ് അന്വേഷിക്കുന്നത്? കുടൽ കമ്മീഷൻ ഗാന്ധി സ്മാരക നിധിയുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ് അന്വേഷിച്ചത്. ഗാന്ധി സ്മാരക നിധിയുടെ പ്രവർത്തനം. ഇന്ത്യയിൽ സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ഇന്ത്യയിൽ സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നത് 1926 ആണ്. 1926. ഇന്ത്യൻ പ്രവിശ്യ പബ്ലിക് സർവീസ് കമ്മീഷനുകളെ കുറിച്ച് ആദ്യമായിട്ട് പ്രതിപാദിച്ച നിയമം 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമമാണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമം. ഹൃദയമിടിപ്പ് അറിയാൻ സഹായിക്കുന്ന സ്റ്റെതസ്കോപ്പിന്റെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം. ഹൃദയമിടിപ്പ് അറിയാൻ സഹായിക്കുന്ന സ്റ്റെതസ്കോപ്പിന്റെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം ശബ്ദത്തിന്റെ അപവർത്തന പ്രതിപതനമാണ്. അപവർത്തന പ്രതിപതനം. സമരത്തിന് ഇടവേളകളില്ല എന്ന പുസ്തകം രചിച്ചത്? പുസ്തകത്തിന്റെ പേര് സമരത്തിന് ഇടവേളകളില്ല. രചിച്ചത് വി.എസ്. അച്യുതാനന്ദനാണ്. വി.എസ്. അച്യുതാനന്ദൻ. സംസ്ഥാന മന്ത്രി, സുപ്രീം കോടതി ജഡ്ജി എന്നീ നിലകളിൽ പ്രവർത്തിച്ച ഏക മലയാളി വി.ആർ. കൃഷ്ണയ്യർ. വി.ആർ. കൃഷ്ണയ്യർ. ഗുരുഗ്രാം ഏത് സംസ്ഥാനത്താണ്? ഗുരുഗ്രാം ഹരിയാനയിലാണ്. ഹരിയാന. RH നെഗറ്റീവായ മാതാവ് RH പോസിറ്റീവായ രക്തമുള്ള കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോഴുണ്ടാകുന്ന അവസ്ഥ എറിത്രോബ്ലാസ്റ്റോസിസ് ഫിറ്റാലിസ് എന്നതാണ്. എറിത്രോബ്ലാസ്റ്റോസിസ് ഫിറ്റാലിസ്. അഴീക്കൽ വേലു വൈദ്യൻ ആരുടെ ഗുരുവായിരുന്നു? അഴീക്കൽ വേലു വൈദ്യൻ പണ്ഡിറ്റ് കറുപ്പിന്റെ ഗുരുവായിരുന്നു. പണ്ഡിറ്റ് കറുപ്പന്റെ ഗുരുവായിരുന്നു. 2017 പ്രഥമ ONV പുരസ്കാര ജേതാവ്. 2017 പ്രഥമ ONV പുരസ്കാര ജേതാവ് സുഗതകുമാരി. പത്മശ്രീ നേടിയ ആദ്യ കായിക താരം ആരാണ്? പത്മശ്രീ നേടിയ ആദ്യത്തെ കായിക താരം ബൽബീർ സിംഗ് ആണ്. ഹോക്കി താരം ബൽബീർ സിംഗ് ആണ് പത്മശ്രീ നേടിയ ആദ്യ കായിക താരം. പത്മശ്രീക്ക് അർഹനായ ആദ്യത്തെ അത്ലറ്റ്. പത്മശ്രീക്ക് അർഹനായ ആദ്യ അത്ലറ്റ് മിൽഖ സിംഗ് ആണ്. മിൽഖ സിംഗ്. വളരെ നേർത്ത ധമനികളെയും സിരകളെയും പറയുന്ന പേര്. വളരെ നേർത്ത ധമനികളെയും സിരകളെയും പറയുന്ന പേര് ലോമികകൾ. ടിൻകൽ ഏത് ലോഹത്തിന്റെ അയിരാണ്? ടിൻകൽ.
ബോറോണിൻ്റെ അയിരാണ് ടിൻകൽ. ബോറോണിൻ്റെ അയിര്. അവസാനത്തെ ചോദ്യം, മുഹമ്മദ് അബ്ദുറഹ്മാന്റെ സ്മരണാർത്ഥം മഹാകവി അക്കിത്തം രചിച്ച കാവ്യം. മുഹമ്മദ് അബ്ദുറഹ്മാന്റെ സ്മരണാർത്ഥം മഹാകവി അക്കിത്തം രചിച്ച കാവ്യമാണ് മരണമില്ലാത്ത മനുഷ്യൻ എന്നത്. മരണമില്ലാത്ത മനുഷ്യൻ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.